അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പതിവ് പോലെ തൻ്റെ നായാട്ടിന് ശേഷം ഹംസ റളിയല്ലാഹു അൻഹു കഅബയുടെ സമീപത്തേക്ക് വരികയാണ്. കഅബ തവാഫ് ചെയ്തതിന് ശേഷം തൻ്റെ വീരസാഹസ കഥകൾ കേൾക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയ മക്കയിലെ ആളുകളുടെ അടുത്തേക്ക് ഹംസ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. എന്നും ഇതുപോലെ നായാട്ടിന് പോയി കഴിഞ്ഞാൽ അന്നേ ദിവസത്തെ ധീരസാഹസ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കും. ഹംസ റളിയല്ലാഹു അൻഹു അന്ന് നടന്നതെല്ലാം അവർക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അന്നും പതിവ് പോലെ അതിനു വേണ്ടിയിട്ട് വരികയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങളിങ്ങനെ നായാട്ടിൻ്റെ വീരസാഹസ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നടക്കുക, നിങ്ങളുടെ ഗോത്രക്കാരനായ സഹോദരനായ മുഹമ്മദിനെ ആ ബനൂ മഖ്സൂമുകാരനായ അബൂജഹൽ എന്താണെന്ന് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇന്ന് എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയുമോ എന്ന ചോദ്യമുനകൾ കൊണ്ടാണ് ആ സ്ത്രീ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നേരിട്ടത്. ഹംസ റളിയല്ലാഹു അൻഹു ഇന്ന് മക്കയിൽ നടന്ന വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തു പറ്റി? എൻ്റെ മുഹമ്മദിനെ ആരാണ് എന്താണ് പറഞ്ഞത്? ഉടനടി ആ സ്ത്രീ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. മുഹമ്മദ് കഅബയുടെ സമീപത്തേക്ക് വരികയായിരുന്നു. ആ സമയത്ത് അബൂജഹലും കൂടെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ ശക്തമായ ഭാഷയിലാണ് ചീത്ത പറയുന്നത്. വായിൽ കിട്ടുന്ന എല്ലാവിധ മോശപ്പെട്ട വാക്കുകളും മുഹമ്മദിനെതിരെ അവരുപയോഗിച്ചിരിക്കുന്നു. കണ്ടു നിൽക്കുന്നവരെല്ലാം വളരെ വേദനയോടെയാണ് ആ രംഗങ്ങൾ കണ്ടത്. ഹംസ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് മുഹമ്മദ് ഒന്നും തിരിച്ചു പറഞ്ഞില്ലേ? ആ സ്ത്രീ മറുപടി പറയുന്നു, ഇല്ല, മുഹമ്മദ് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം തല താഴ്ത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുപോയി. ഹംസ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം ഇരട്ടിക്കുകയാണ്. സ്വയം ഗോത്രത്തിലുള്ള തൻ്റെ സഹോദരനായ അബൂലഹബ് ഏറെ കാലമായിട്ട് പ്രവാചകനെ ഇങ്ങനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഗോത്രത്തിൽ തന്നെ ഉള്ള ആളുകളാണ്. പക്ഷേ ഈ ബനൂ മഖ്സൂംകാരനായ തൻ്റെ ഗോത്രത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരാൾ തൻ്റെ സഹോദരനെ ഇങ്ങനെ നിശിതമായി വിമർശിച്ചപ്പോൾ അത് ഹംസ റളിയല്ലാഹു അൻഹു ഒട്ടും സഹിച്ചില്ല. അബൂജഹലാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് പ്രവാചകൻ്റെ പിറകിൽ തന്നെ പ്രവാചകനെ ആക്രമിക്കാനും ശല്യം ചെയ്യാനും വേണ്ടി സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബക്ക് സമീപത്ത് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പാറക്കല്ലുമായിട്ടാണ് അബൂജഹൽ പ്രവാചകൻ്റെ പിറകെ ചെല്ലുന്നത്. സുജൂദിൽ കിടക്കുന്ന പ്രവാചകൻ്റെ മേലിലേക്ക് ആ വലിയ പാറക്കല്ല് ഇട്ടുകൊണ്ട് പ്രവാചകനെ കൊന്നുകളയുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ സുജൂദിൽ കിടക്കുന്ന പ്രവാചകൻ്റെ മുന്നിൽ അഗ്നിജ്വാലകളുമായിട്ട് നിൽക്കുന്ന രണ്ട് മാലാഖമാരെ കണ്ടുകൊണ്ട് പേടിച്ചോടുകയാണ് അബൂജഹൽ ചെയ്യുന്നത്. മുഹമ്മദിനെ ഇപ്പോൾ കൊല്ലും എന്ന് കാത്തിരുന്ന ആളുകളെല്ലാം അബൂജഹൽ ചെയ്ത ഈ പ്രവൃത്തി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. എന്തേ നിങ്ങൾ കൊല്ലാതെ വന്നു എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ആ ഉടനടി അവിടെ മരിച്ചു വീഴുമായിരുന്നു എന്നാണ് അബൂജഹൽ പറയുന്നത്. ഇങ്ങനെ പ്രബോധന ദൗത്യമായി വന്ന ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ വിധത്തിൽ ആക്രമിക്കാനും നശിപ്പിക്കാനും കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്തവരാണ് ഈ അബൂജഹലും മറ്റു ഖുറൈശികളെല്ലാം. ഇത് അതിരുവിട്ടു കഴിഞ്ഞപ്പോൾ മാത്രമല്ല, ഈ സ്ത്രീ ഇങ്ങനെ വന്ന് പറയുക കൂടെ ചെയ്തപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന് അത് നന്നായിട്ട് വേദനിച്ചു. ഉടനെ അബൂജഹലിനെ തെരഞ്ഞിറങ്ങുകയാണ്. തൻ്റെ വീരസാഹസ കഥകൾ കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ആളുകളൊക്കെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകെ കൂടി. ബനൂ മഖ്സൂം ഗോത്രക്കാർക്ക് സമീപം ഇരിക്കുകയായിരുന്നു അബൂജഹൽ. ഒന്നും പറയാതെ നേരെ ചെല്ലുന്നു. തൻ്റെ കയ്യിലുള്ള നായാട്ടിന് കൊണ്ടുപോയ ആ വലിയ അമ്പെടുത്തിട്ട് അബൂജഹലിൻ്റെ തലയിൽ ശക്തമായിട്ട് ഹംസ റളിയല്ലാഹു അൻഹു തല്ലുകയാണ്. ചരിത്രം പറയുന്നുണ്ട്, സാധാരണ ഒരാളായിരുന്നു അതെങ്കിൽ ഉടനടി അവിടെ മരിച്ചു വീഴുമായിരുന്നു. അബൂജഹൽ സാമാന്യത്തിലധികം ശക്തനായ വലിപ്പവും തടിയും ഒക്കെയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ തല പൊട്ടി ഒരുപാട് ചോര നഷ്ടമായി. ബനൂ മഖ്സൂമുകാരൊക്കെ ഹംസ റളിയല്ലാഹു അൻഹുവിനെതിരെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അബൂജഹൽ, നീ എന്താണ് എൻ്റെ മുഹമ്മദിനോട് ചെയ്തത്? അവൻ്റെ മതമാണ് നിനക്ക് പ്രശ്നമെങ്കിൽ ഇന്നു മുതൽ ഞാനും അദ്ദേഹത്തിൻ്റെ മതത്തിലാണ്. കാലയളവിൽ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന്. അബൂജഹലിൻ്റെ ഈ ഒരു പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രം തൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി, ഗോത്ര സംരക്ഷണത്തിന് വേണ്ടി, ആ വികാരത്തിൻ്റെ പുറത്ത് ഹംസ റളിയല്ലാഹു അൻഹു തൻ്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ് പറഞ്ഞു പോവുകയാണ്.
ഹംസ റളിയല്ലാഹുവിന് എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായ ധാരണ പോലുമില്ല. തൻ്റെ സഹോദരൻ ആക്രമിച്ചപ്പോൾ അതിനുള്ള വികാരത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഹംസ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു പോയത്. ബനൂ മഖ്സൂമുകാരൊക്കെ ഹംസ റളിയല്ലാഹുവിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അബുൽ ഹക്കം എന്നു പേരുള്ള യുക്തിയുടെ പിതാവ് അഥവാ നല്ല ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു അബൂജഹൽ. ഇസ്ലാം വന്നതിന് ശേഷമാണ് ഖുർആനും ഇസ്ലാമും ഒക്കെ അദ്ദേഹത്തെ അബൂജഹൽ എന്ന് വിളിച്ചത്. അത്ര യുക്തിമാനായ മനുഷ്യൻ ആ രംഗത്തെ വളരെ ശാന്തമാക്കി നിർത്തുന്നുണ്ട്. ബനൂ മഖ്സൂമുകാരെങ്ങാനും ഹംസ റളിയല്ലാഹുവിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ശക്തനായ അദ്ദേഹം ഇവരെ തിരിച്ചടിക്കുമെന്ന് മാത്രമല്ല, ഖുറൈശികൾ മുഴുവനും തങ്ങൾക്കെതിരാവും എന്ന തികഞ്ഞ ബോധ്യം അബൂജഹൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹംസ റളിയല്ലാഹുവിനെ ആരെ കൊണ്ട് തൊടാൻ പോലും അബൂജഹൽ സമ്മതിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഹമ്മദിനെ, സഹോദരപുത്രനെ ഇന്ന് ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്, അതുകൊണ്ട് ഇതെനിക്ക് ലഭിക്കേണ്ടതാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബനൂ മഖ്സൂം ഗോത്രക്കാരെ അദ്ദേഹം ശാന്തനാക്കി നിർത്തുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഇസ്ലാമിനെ പറ്റിയുള്ള സംസാരം മക്കയിലുടനീളം കാട്ടുതീ പോലെ പടർന്നിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു. ആളുകളെല്ലാം മക്കയിലുടനീളം പറഞ്ഞു നടക്കാൻ തുടങ്ങി. അന്ന് രാത്രി വീട്ടിലേക്ക് ചെന്ന ഹംസ റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നില്ല. ഞാൻ എൻ്റെ വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. എന്താണ് മുഹമ്മദിൻ്റെ ആശയാദർശങ്ങൾ എന്ന് പോലും എനിക്കറിയില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്ന് രാത്രി ഹംസ റളിയല്ലാഹു അൻഹു ഉറങ്ങുക പോലും ചെയ്യാതെ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ ഒരു സമയമായപ്പോൾ, ഉറക്കം ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം കഅബയുടെ സമീപത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് അള്ളാഹുവിൽ അന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ കൂടെ ബഹുദൈവാരാധനകൾ നടത്തി എന്നതായിരുന്നു മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ ചെയ്തിരുന്ന തെറ്റ്. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, നീ സത്യമേതാണോ അതിൽ എന്നെ ഉറപ്പിച്ച് നിർത്തണമേ എന്ന്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത ദിവസം രാവിലെ ദാറുൽ അർക്കമിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. തൻ്റെ അമ്മാവനായ, കൂടെ കളിച്ചു വളർന്ന, ഒരേ സ്ത്രീയിൽ നിന്ന് മുല കുടിച്ച തൻ്റെ അത്രയും പ്രിയപ്പെട്ട മനുഷ്യൻ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആ മനോഹരമായ കാഴ്ച കണ്ടിട്ട് പ്രവാചകൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. കാരണം അന്നേ വരെ അവിടെ ഉണ്ടായിരുന്നത് അടിമകളായ, ദരിദ്രരായ, അശക്തരായ ഒരുപാട് മനുഷ്യർ മാത്രമാണ്. ഏകദേശം ഒരു 10-20 പേര് മാത്രമേ ദാറുൽ അർക്കമിൽ അന്ന് മുസ്ലിമായിട്ട് പ്രവാചകൻ്റെ കൂടെയുള്ളൂ. അവരിലേക്കാണ് മക്കയിലെ ഏറ്റവും ശക്തനായ, വീരനായ, വില്ലാളി വീരനായ, ധീരനായ, എല്ലാവരും പേടിക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിൻ്റെ തീരത്തേക്ക് കടന്നു വന്ന് പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നത്. പ്രവാചകനും മുസ്ലിങ്ങളും വലിയ തക്ബീർ ധ്വനികളോടുകൂടെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചത്. ഇന്ന് ആ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ് ധീരനായ, അള്ളാഹുവിൻ്റെ സിംഹം എന്നറിയപ്പെട്ട അസദുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായ വീരേതിഹാസത്തിൻ്റെ കഥ. പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിൽ ഈ ദാറുൽ അർക്കമിൻ്റെയും പ്രവാചകൻ്റെയും ഒക്കെ സംരക്ഷകനായിട്ട് മാറുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെയാണ് നമ്മൾ കാണുന്നത്. ദാറുൽ അർക്കമിൽ പ്രവാചകൻ്റെ കൂടെ സദാ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളും ആശയാദർശങ്ങളും കർമ്മങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെയാണ് ഒരു ദിവസം ക്രൂരനായ മക്കയിലെ മറ്റൊരു വില്ലാളി വീരനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വാളുമായിട്ട് പുറത്തിറങ്ങിയ അദ്ദേഹം തൻ്റെ പെങ്ങളെ കാണാൻ പോവുകയും അവിടെ നിന്ന് ഖുർആൻ പാരായണം കേൾക്കുകയും ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രമേൽ ചായുകയും ചെയ്ത വേളയിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് ദാറുൽ അർക്കമിൻ്റെ വാതിലിൽ വന്ന് മുട്ടുന്നത്. ആ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുക. നന്മയാണ് ഉമറിൻ്റെ ഉദ്ദേശമെങ്കിൽ നമ്മൾ അവനെ സ്നേഹത്തോടെ സ്വീകരിക്കും. അതല്ല അവൻ്റെ ഉദ്ദേശമെങ്കിൽ അവൻ്റെ വാളുകൊണ്ട് തന്നെ അവനെ ഞാൻ ശരിപ്പെടുത്തുമെന്ന് പറയുന്ന ധീരതയുടെ സ്വരമായിട്ട് ഇസ്ലാമിൻ്റെ സംരക്ഷകനായിട്ട് ഹംസ റളിയല്ലാഹു അൻഹു മാറുന്നുണ്ട്. കാലം അങ്ങനെ കടന്നു പോകുന്നു. ആ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആശ്ലേഷത്തിന് ശേഷം ഖുറൈശികൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലതരത്തിലുള്ള വിലപേശലുകൾക്ക് പോലും തയ്യാറാവുന്നുണ്ട്. അക്കാലയളവ് വരെ അവർ ഇസ്ലാമിനെ നിശിതമായിട്ട് വിമർശിക്കുകയും പരിഹസിക്കുകയൊക്കെയാണ് ചെയ്തതെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹു കടന്നു വന്നതോടുകൂടെ ഇവർ പ്രവാചകന്റെ മുന്നിൽ വലിയ വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നു. പ്രവാചകനെ അതിൽ നിന്ന് പിന്മാറാനുള്ള, അതല്ലെങ്കിൽ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഖുറൈശികൾ നടത്തിയിരുന്നത്. അത്രയും വലിയൊരു ശക്തി കേന്ദ്രമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു മക്കയിൽ ഉണ്ടായിരുന്നത്.
കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. ഹിജറയ്ക്ക് ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിക്കഴിഞ്ഞ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഒരു സൈനിക നീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സൈന്യത്തെ പറഞ്ഞയക്കുമ്പോൾ അന്ന് അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള 300 ആളുകൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരരും ഒക്കെ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോയ അവരുടെ സ്വത്തുകളും കച്ചവട ചരക്കുകളൊക്കെ ആയിട്ട് ഷാമിലേക്ക് കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള 30 ആളുകളെയാണ് അത് തടയാൻ വേണ്ടി തങ്ങളുടെ സ്വത്തുകൾ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവാചകൻ പറഞ്ഞയക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യമായിട്ട് ഒരു സൈന്യത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ പ്രവാചകൻ ശത്രുക്കൾക്കെതിരെ പറഞ്ഞയക്കുമ്പോൾ അക്രമമൊന്നും ആയിരുന്നില്ല അന്ന് അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഉദ്ദേശം. എങ്കിൽ കൂടെ അതിൻ്റെ നേതൃനിരയിൽ പതാകവാഹകനായിട്ട് അതിൻ്റെ കമാൻഡറായിട്ട് പ്രവാചകൻ നിയമിക്കുന്നത് തൻ്റെ അമ്മാവനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ ഈ രണ്ട് സംഘങ്ങളും കണ്ടുമുട്ടുകയും അതൊരു യുദ്ധത്തിലേക്ക് വഴിമാറും എന്ന സ്ഥിതി എത്തിയപ്പോൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ജുഹൈന ഗോത്രത്തിൻ്റെ നേതാവ് വന്നുകൊണ്ട് അദ്ദേഹത്തിന് ഖുറൈശികളെയും പ്രവാചകനെയും മുസ്ലിങ്ങളെയും ഒക്കെ അറിയാവുന്നത് കൊണ്ട് ആ രംഗം യുദ്ധമില്ലാതെ വളരെ ശാന്തമാക്കി രണ്ട് കൂട്ടരെയും പിരിച്ചുവിടുകയാണ്. അത് ബദർ യുദ്ധത്തിനുള്ള ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷവും ഇതുപോലെ ഒരു സൈനിക നീക്കത്തിന് വേണ്ടിയിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയക്കുന്ന സംഘത്തിലും ഈ ഹംസ റളിയല്ലാഹു അൻഹു തന്നെയാണ് നേതൃനിരയിൽ ഉണ്ടായിരുന്നത്. ബദറിലേക്ക് വരുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ വീരേതിഹാസമായ ചരിത്ര കഥകളാണ് ബദറിൽ നിന്ന് നമ്മെ തേടിയെത്തുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ ക്രൂരനായിട്ടുള്ള ഖുറൈശികളിൽപ്പെട്ട അൽ അസ്വദ് ബിൻ അബ്ദുൽ അസദ് എന്ന ഒരു ക്രൂരനായ മനുഷ്യൻ, അദ്ദേഹം ഇസ്ലാമിനെയും പ്രവാചകനെയൊക്കെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തിലുള്ള ബദറിലെ ഒരു കിണറിലേക്ക് മുസ്ലിങ്ങൾ ശേഖരിച്ചിരിക്കുന്ന വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മുസ്ലിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുക, മുസ്ലിങ്ങളെ അപമാനിക്കുക എന്നതൊക്കെ ആയിരുന്നു. ഒന്നല്ലെങ്കിൽ ആ ജലസംഭരണി തന്നെ തകർത്ത് കളയുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആരെങ്കിലുമൊക്കെ കൊന്നു കളയുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. യുദ്ധം തുടങ്ങിയിട്ടില്ല. അദ്ദേഹം ആ കിണറിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഒറ്റവെട്ടിന് അദ്ദേഹത്തെ കൊന്നുകളയുകയാണ്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. പിന്നീട് അങ്ങോട്ട് രണാങ്കണത്തിൽ ഒരു സിംഹത്തെ പോലെ, ഗർജിക്കുന്ന സിംഹത്തെ പോലെ അദ്ദേഹം പോരാടുന്ന മനോഹരമായ ചരിത്രമുണ്ട്. ആ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയക്കുന്ന 3 ആളുകളിൽ ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഉത്തുബയെയാണ് അദ്ദേഹം അന്ന് നേരിടുന്നത്. ഉത്തുബ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നു, അസദുല്ല വ റസൂലി, ഞാൻ പ്രവാചകന്റെയും അള്ളാഹുവിൻ്റെയും ഒക്കെ സിംഹമാണ്. ആ വാക്യത്തിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം ആ പേരിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങിയത്. ഉത്തുബയെ നിമിഷ നേരങ്ങൾ കൊണ്ട് അദ്ദേഹം കീഴ്പ്പെടുത്തുന്നു, കൊലപ്പെടുത്തുന്നു. ശേഷം യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. മുസ്ലിങ്ങൾ ശക്തമായ ഒരു വിജയം തന്നെ അത്രയും വലിയ മഹാസൈന്യത്തോട് നേരിട്ടുകൊണ്ട് പ്രവാചകനും മുസ്ലിങ്ങളും നേടിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചയാൾ ഈ ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബദർ യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങളുടെ സ്വാഭാവികമായും അവരുടെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. കാരണം വെറും 313 ആളുകളാണ് 1000-ഓളം വരുന്ന ആ മഹാസഖ്യത്തോട് പോരാടി വിജയിച്ചിരിക്കുന്നത്. പക്ഷേ മക്കയിലുള്ള സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട ഒരുവിധ നേതാക്കൾ എല്ലാവരും ബദറിൽ വെച്ചിട്ട് കൊല്ലപ്പെടുകയാണ്. അവരുടെ മനസ്സിൽ മുസ്ലിങ്ങളോടുള്ള ശത്രുതയും പ്രതികാരവും ഒക്കെ ഇരട്ടിക്കുകയാണ്. ഈ ഉത്തുബയുടെ മകളായ ഹിന്ദും ജുബൈർ ബിൻ മുത്തയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും ഈ ഹംസ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജുബൈർ ബിൻ മുത്തയും തൻ്റെ അടിമയായ വഹ്ഷിയെ ഉഹുദ് യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഉഹുദ് യുദ്ധത്തിൽ നീ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാം. ഉടനടി ഹിന്ദും ആ സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. തൻ്റെ പിതാവിനെ കൊന്നുകളഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിനോട് അവർക്കും കടുത്ത പ്രതികാരം ഉണ്ടായിരുന്നു. വലിയ വലിയ മോഹന വാഗ്ദാനങ്ങളും സമ്മാനങ്ങളും ഒക്കെയാണ് വഹ്ഷിയെ നൽകുന്നത്. മറിച്ചൊന്നും ചിന്തിക്കാതെ തൻ്റെ സ്വാതന്ത്ര്യത്തിനും തനിക്ക് ഏൽപ്പിക്കപ്പെട്ട വലിയ സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള അടുത്തൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആ യുദ്ധവിളിയാളങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ബദറിന് ശേഷം ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് മുസ്ലിങ്ങളും ശത്രുക്കളൊക്കെ ഒരുമിച്ച് കൂടുന്നത്. വഹ്ഷി തന്നെ താൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കഥ പറയുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നു വഹ്ഷിയുടെ ഉദ്ദേശം. വഹ്ഷി ഒരു പാറപ്പുറത്ത് ഒളിച്ചിരുന്നുകൊണ്ടാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആ രണാങ്കണത്തിൽ വീക്ഷിക്കുന്നത്. പാറപ്പുറത്ത് ഒളിച്ചു നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിനെ തന്നെ നിരീക്ഷിക്കുന്ന വഹ്ഷി കാണുന്നത് രണാങ്കണത്തിൽ ഇരുകൈകളിലും വാളുകളേന്തി ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ പോരാടുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെയാണ്.
യുദ്ധത്തിൻ്റെ തുടക്ക ഭാഗത്തിൽ തന്നെ വഹ്ഷി ഹംസ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തുന്നുണ്ട്. അതിനു മുൻപ് ശത്രുപക്ഷത്തു നിന്നുള്ള 30 ആളുകളെയാണ് ഹംസ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തുന്നത്. അത്രമേൽ ധീരമായ പോരാളിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ഈ പാറപ്പുറത്ത് ഒളിച്ചിരുന്നിട്ട് തൻ്റെ ആ കുന്തമുനയും കൊണ്ട് ഹംസ റളിയല്ലാഹുവിനെ കൊല്ലാനുള്ള ഒരു അവസരം കാത്തു നിൽക്കുകയാണ് വഹ്ഷി. നേരിട്ട് മുഖാമുഖം കുന്തമെറിഞ്ഞ് വീഴ്ത്താനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഹംസ റളിയല്ലാഹുവിൻ്റെ പിറകിൽ നിന്നിട്ടാണ് അദ്ദേഹം ആക്രമിക്കുന്നത്. ഉഹുദിൻ്റെ രണാങ്കണത്തിൽ പോരാടിക്കൊണ്ടിരിക്കെ തക്കതായ ഒരവസരം കിട്ടിയപ്പോൾ വഹ്ഷി സർവ്വശക്തിയും എടുത്തിട്ട് ആ കുന്തം ഹംസ റളിയല്ലാഹുവിനെതിരെ എറിയുന്നു. തൻ്റെ പുറത്തിലൂടെ കയറി അത് വയറുഭാഗത്തിലൂടെ പുറത്തേക്ക് തൻ്റെ ശരീരം മുഴുവനും തുളച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. വഹ്ഷി പറയുന്നുണ്ട്, എന്നിട്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഭയമായിരുന്നു. കാരണം ആ കുന്തം തുളച്ച് കയറിയപ്പോൾ പോലും അദ്ദേഹം എനിക്കെതിരെ തിരിഞ്ഞു നിന്നു. എനിക്കെതിരെ 2-3 അടികൾ അദ്ദേഹം തുടർച്ചയായിട്ട് നടന്നു വന്നു. എന്നെ പേടിപ്പിച്ച രംഗമായിരുന്നു അത്. പക്ഷേ അല്പം ചലനങ്ങളില്ലാതെ അദ്ദേഹം മണ്ണിലേക്ക് മറിഞ്ഞു വീഴുന്നു. എന്നിട്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയായിരുന്നു. അത്രമേൽ ശക്തനായ മനുഷ്യനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. സമയം അങ്ങനെ കഴിഞ്ഞുപോയി. ഹംസ റളിയല്ലാഹുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വഹ്ഷി തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്, മക്കയിലേക്ക്. ഹംസ റളിയല്ലാഹുവിനെ കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നു വഹ്ഷിയുടെ ഉദ്ദേശവും ലക്ഷ്യവും. അത് പൂർത്തിയാക്കി ജുബൈർ ബിൻ മുത്തൈം ഏൽപ്പിച്ച ആ അടിമത്തത്തിൽ നിന്നും മോചിതനായിട്ട് അദ്ദേഹം സ്വതന്ത്രനായിട്ട് പിന്നീട് മാറുന്നുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് ഉഹുദ് രണാങ്കണത്തിൽ കിടക്കുകയാണ്. യുദ്ധശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉഹുദിൻ്റെ മലയിൽ ഏൽപ്പിച്ചിരുന്ന 50 അമ്പെയ്ത്തുകാർ അവർ യുദ്ധം അവസാനിച്ചു എന്ന് വിചാരിച്ചിട്ട് ഗനീമത്ത് മുതലുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് 40 ആളുകളും ഇറങ്ങി വരുന്നു. ഒരു കാരണവശാലും ഞാൻ വിളിക്കാതെ നിങ്ങൾ ഇറങ്ങി വരരുത് എന്ന് ഏൽപ്പിച്ചിരുന്ന ആ മനുഷ്യരാണ് അവിടെ നിന്നും യുദ്ധം അവസാനിച്ചു എന്ന് വിചാരിച്ച് പ്രവാചകന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഗനീമത്ത് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. യുദ്ധത്തിൽ നിന്ന് തിരിച്ചോടിയ ഖുറൈശികൾ ആ തക്കം മനസ്സിലാക്കിയ ഖാലിദ് ബിൻ വലീദ് എന്ന തന്ത്രശാലിയായ ആ ബുദ്ധിരാക്ഷസൻ്റെ ബുദ്ധി വൈഭവം കൊണ്ട് ആ ഉഹുദിൻ്റെ ഭാഗത്തുകൂടെ അവിടെ കടന്നാക്രമിക്കുകയും ശേഷം ആ ഭാഗത്തിലൂടെ അവിടെ ശേഷിച്ചിരുന്ന ആളുകളെ മുഴുവനും കൊലപ്പെടുത്തുകയും അതുവഴി ഉഹുദിലേക്ക് വീണ്ടും പ്രവേശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ കൊല ചെയ്യാനും തുടങ്ങുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും കിംവദന്തികളും യുദ്ധമുഖത്തിലേക്ക് പടർന്ന് പന്തലിക്കുകയാണ്. പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടതോടെ പലരും ഓടി മറയുന്നു, യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടുകയാണ്. അങ്ങനെ ബദറിലേറ്റ വലിയ വിജയത്തിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയായിക്കൊണ്ട് ഉഹുദിൽ മുസ്ലിങ്ങൾ പരാജയത്തോടുകൂടെയാണ് മദീനയിലേക്ക് മടങ്ങുന്നത്. യുദ്ധത്തിന് ശേഷം പ്രവാചകൻ്റെ മുൻപല്ല് പൊട്ടുന്നു, പല ശരീരഭാഗങ്ങളിലും മുറിവേൽക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലേറെ തന്നെ വേദനിപ്പിച്ചത് തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ അമ്മാവനായ ഇസ്ലാമിൻ്റെ ശക്തി പ്രഭവ കേന്ദ്രമായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തായിരുന്നു. കേവലം ഒരു ഷഹാദത്താണെങ്കിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിക്കുമായിരുന്നു. കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതോടുകൂടെ ഉത്ബയുടെ മകളായിരുന്ന ഹിന്ദ് ആ രണാങ്കണത്തിലേക്ക് വരുന്നുണ്ട്. ശേഷം രണാങ്കണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് നെഞ്ചു കീറി കരള് പുറത്തെടുത്ത് അത് കടിച്ചു തുപ്പി ആർമാദത്തിൻ്റെയും ആലസ്യത്തിൻ്റെയും ആർപ്പുവിളികളുമായിട്ടാണ് ഹിന്ദ് ആ രണാങ്കണത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈവിരലുകളും കാൽവിരലുകളും ചെവിയും മൂക്കുമൊക്കെ അറുത്തെടുത്ത് അത് മാലയാക്കി തലയിൽ തൂക്കിയിട്ടാണ്. അത്രയും ക്രൂരമായ നീചമായ പ്രവൃത്തികളാണ് ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിൽ ഏറ്റുവാങ്ങുന്നത്. അത്രമേൽ തൻ്റെ ശരീരത്തെ വികൃതമാക്കിക്കൊണ്ടാണ് ശത്രുക്കൾ ആ യുദ്ധത്തിൻ്റെ വിജയപ്രകീർത്തനങ്ങളുമായിട്ട് മടങ്ങിപ്പോകുന്നത്. ആ കാഴ്ച കണ്ടു നിൽക്കാൻ പ്രവാചകനാകുമായിരുന്നില്ല. അത്രത്തോളം വികൃതമാക്കിയ ശരീരവുമായിട്ടാണ് ഹംസ റളിയല്ലാഹു അൻഹു തൻ്റെ ശരീരം പോലും തിരിച്ചറിയാതെ താനാണ് എന്ന് പോലും മനസ്സിലാവാത്ത വിധത്തിൽ അത്രത്തോളം വികൃതമായിട്ടുണ്ടായിരുന്നു. അത് കണ്ടതോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. പ്രവാചകൻ ദേഷ്യപ്പെടുന്നുണ്ട്. ആ അവസരത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്കെങ്ങാനും ഖുറൈശികളുടെ മേലിൽ വിജയം ലഭിക്കുകയാണെങ്കിൽ ഇതിന് പകരമായിട്ട് 30 പേരെ ഇതുപോലെ ഞാൻ ചെയ്യുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോകുന്നു. ഉടനടി അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഇടപെടുകയാണ്, പ്രവാചകനെ അങ്ങനെ ഒരിക്കലും പറയരുത്, ക്ഷമയാണ് നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത്. ആ അവസരത്തിൽ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വരമായ അധ്യാപനങ്ങൾ കൊണ്ട് മാർഗനിർദ്ദേശം നടത്തുന്ന അള്ളാഹുവിനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു,
ഇവിടെ ക്ഷമയാണ് നമ്മുടെ മരുന്ന്. ശത്രുക്കളോട് പോലും നിങ്ങളിങ്ങനെ വികൃതമാക്കരുത്, അവരുടെ ശരീരത്തിനെ നിങ്ങൾ യുദ്ധമുഖത്ത് വെച്ചുകൊണ്ട് വികൃതമാക്കരുത് എന്ന യുദ്ധ നിയമം പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഹംസയെ ശത്രുക്കൾ ഈ വിധം ക്രൂരമായി നേരിട്ടപ്പോഴാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് വികൃതമാക്കിയ ആ ശരീരം കണ്ട് തേങ്ങിക്കരഞ്ഞിരിക്കുന്ന പ്രവാചകൻ്റെ അടുത്തേക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയായ സൊഫിയ ബീവി കടന്നു വരുന്നുണ്ട്. സൊഫിയ ബീവിയുടെ മകനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്, ഒരു കാരണവശാലും ഉമ്മയെ ഇങ്ങോട്ട് കടത്തി വിടരുത്. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം കണ്ട് അവർക്ക് താങ്ങി നിൽക്കാനാവില്ല. അത്രത്തോളം ക്രൂരമായിട്ടാണ് ശത്രുക്കൾ പെരുമാറിയിട്ടുള്ളത്. മകൻ ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ചുവെങ്കിലും ആ സ്ത്രീ സൊഫിയ ബീവി ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. അവസാനമാവും പറഞ്ഞു പോകുന്നുണ്ട്, പ്രവാചകൻ്റെ കൽപ്പനയാണിത്, നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് വരരുത്. അവസാനം പ്രവാചകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൊഫിയ ബീവിയെയും കൂട്ടി ഹംസ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവർ കൊണ്ടുവന്ന 2 കഫം പുടവയിൽ ഒന്ന് ഹംസ റളിയല്ലാഹുവിനും മറ്റൊന്ന് കഫം പുടവ ഇല്ലാത്ത ഒരു അൻസാരിക്കും നൽകുന്നുണ്ട്. സഫിയ ബീവി ആ സമയത്ത് ആർത്തട്ടഹസിക്കുക ചെയ്യാതെ ക്ഷമാപൂർവം ആ അവസരത്തിൽ നിലകൊള്ളുകയാണ്. സയ്യിദ് ശുഹദാക്കളുടെ നേതാവ് എന്ന തരത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. വഹ്ഷിയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, സ്വതന്ത്രനായ ശേഷം മക്കയിൽ തന്നെയാണ് വഹ്ഷി താമസിക്കുന്നത്. ഫത്ഹ് മക്കയുടെ വേളയിൽ മുസ്ലിങ്ങൾ മക്ക കീഴടക്കിയപ്പോൾ ത്വായിഫിലേക്ക് പോകുന്നു. പിന്നീട് ത്വായിഫ് മുസ്ലിങ്ങൾ കീഴടക്കിയ സമയത്ത് അവിടുന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ചോടുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു കൊള്ളുക. അങ്ങനെ വഹ്ഷി മുഖം മറച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ അവസരത്തിൽ പ്രവാചകൻ ചോദിക്കുന്നു, നിങ്ങളാണോ എൻ്റെ ഹംസയെ കൊന്ന വഹ്ഷി? അതെ. വഹ്ഷി പറയുന്നു, നിങ്ങൾ എനിക്ക് പുറത്തു തരണം, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. ഉടനടി ഷഹാദത്ത് കലിമ ചൊല്ലി വഹ്ഷിയെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് ആനയിക്കുന്നുണ്ട്. മാത്രമല്ല പ്രവാചകൻ പറയുന്നു, വഹ്ഷി, നിനക്ക് അള്ളാഹു കഴിഞ്ഞു പോയതെല്ലാം പുറത്തു തരട്ടെ. ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും, അത് പേടിക്കേണ്ടതില്ല. പക്ഷേ എൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ നിങ്ങൾ മുഖം മറച്ചിട്ട് വേണം വരാൻ. കാരണം നിങ്ങളെ കാണുമ്പോൾ എനിക്കെൻ്റെ ഹംസയെ ഓർമ്മ വരും. ഇതുപോലെ തന്നെയാണ് ഹിന്ദും ഫത്ഹ് മക്കയുടെ വേളയിൽ ഇസ്ലാം ആശ്ലേഷത്തിന് വേണ്ടിയിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് മുഖം മറച്ചിട്ട് വരുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിന്ദിനോടും ഇതേ വാക്യം തന്നെയാണ് പറയുന്നത്, നിങ്ങൾ മുഖം മറച്ചിട്ട് വേണം എൻ്റെ മുന്നിലേക്ക് വരാൻ. നിങ്ങളെ കാണുമ്പോൾ വികൃതമായ എൻ്റെ പ്രിയപ്പെട്ട ഹംസയുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇസ്ലാമും അള്ളാഹുവും ഒക്കെ നിങ്ങൾക്കെല്ലാം പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദങ്ങൾ നടത്തിയാണ് ഈ 2 ശത്രുക്കളെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയക്കുന്നത്. വഹ്ഷി താൻ ചെയ്തു പോയ ഈ കൊടും പാതകത്തിന് പ്രായശ്ചിത്തമായിട്ട് യമാമ യുദ്ധത്തിൽ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന മുസൈലിമത്തുൽ കദ്ദാബിനെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇതുപോലെ കുന്തമെറിഞ്ഞിട്ട് കൊലപ്പെടുത്തുന്നുണ്ട്. വഹ്ഷി പറയുന്നു, ആദ്യകാലത്ത് ഇസ്ലാമിൽ ഏറ്റവും ശക്തനായ ഒരാളെ ഞാൻ കൊല്ലുന്നു, അതിനുശേഷം ഇസ്ലാമിൽ ഏറ്റവും ശത്രുവായ ആളെ ഞാൻ അതിൻ്റെ പ്രതികാരം എന്നോണം, അള്ളാഹുവിനോടുള്ള നന്ദി എന്നോണം ഞാൻ അവിടെ വീണ്ടും അദ്ദേഹത്തെയും കൊലപ്പെടുത്തുന്നുണ്ട് എന്ന്. ചരിത്ര ബോധ്യമുള്ളവരും ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ, ജീവിച്ചിരുന്നുവെങ്കിൽ ഖലീഫയാകുമായിരുന്ന അത്രമേൽ ശക്തനായ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട അറിവും ശക്തിയും കഴിവും ഒക്കെ ഉണ്ടായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിൽ അദ്ദേഹം ഷഹീദായിരുന്നില്ലായിരുന്നു എങ്കിൽ ആദ്യം അദ്ദേഹം ഖലീഫയായിട്ട് പരിഗണിക്കപ്പെടുമായിരുന്നു എന്ന് പോലും ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. പ്രവാചകൻ്റെ അത്രത്തോളം ശക്തമായിട്ട് നിലകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ധീരനായിരുന്ന അസദുള്ള. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ നാളെ നമ്മെയും അവൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു ദിവസത്തെ മനോഹരമായ ഒരു ചരിത്രത്തിന് വേണ്ടി കാത്തിരിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.